ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിടമൊഴുകും കാൽവരി കേറാൻ, നിർമ്മലരായി സ്നേഹിതരായി തീരാൻ. ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടി. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, സഭ ഇന്ന് യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ തിരുനാൾ ആഘോഷത്തിൽ 4 വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങളെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കുടുംബം വിശ്വാസാധിഷ്ഠിതമായ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും കാത്തുപാലിച്ചു കൊണ്ടുപോകുന്ന ജീവിതത്തിൻ്റെ പ്രതീകം. മോശയുടെ നിയമമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. കാഴ്ചവസ്തുക്കൾ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കണം. ഇതാ ഔസേപ്പിതാവും പരിശുദ്ധ മറിയവും കൂടെ തങ്ങളുടെ പുത്രനെ ദേവാലയത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് പൂർത്തീകരിക്കുന്നു. ഇതിലൂടെ നമ്മളോടും ആവശ്യപ്പെടുന്നത് സഭയുടെ പാരമ്പര്യങ്ങളും നിയമങ്ങളും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കുക. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതമുണ്ട്. ശമയോനും ഹന്നായിയും അവിടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുകയാണ്. ഈ പ്രാർത്ഥനയും ഉപവാസവും ദൈവമുഖ ദർശനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ദൈവത്തെ അനുഭവിക്കുവാൻ, അറിയുവാൻ പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥനയും ഉപവാസവും ഒരു സമർപ്പണമാണ്. ദൈവത്തിൻ്റെ മുൻപിലേക്ക് തന്നെ പരിപൂർണമായും സമർപ്പിക്കുന്ന ഒരു പ്രക്രിയ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ത്രിത്വിക ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു. തുടർന്നുള്ള കൗദാശിക ജീവിതത്തിലൂടെ, പൗരോഹിത്യ സന്യാസ സമർപ്പണത്തിലൂടെ, ദാമ്പത്യ അല്ലെങ്കിൽ വിവാഹമെന്ന കൂദാശയുടെ സ്വീകരണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും പരിപൂർണമായും ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പ്രാർത്ഥന, ഉപവാസം ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അനുഭവിച്ചെടുക്കുന്ന ദൈവ സാന്നിധ്യത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവത്തെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കണമെന്നും ഈ തിരുനാൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ തിരുനാളിൽ ഭക്തിയോടുകൂടെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന് ബലിയർപ്പിക്കാനായി പരിശ്രമിക്കാം. ഈ ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടുകൂടെ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ 4 തലങ്ങളിൽ നമ്മളെപ്രകാരമാണ് നമ്മുടെ പാരമ്പര്യങ്ങളെയും
നിയമങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. അതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മളെ തന്നെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അത് ഓരോ ജീവിതാന്തസ്സിൻ്റെയും അടിസ്ഥാനത്തിൽ പൂർണ്ണതയിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും കൗദാശിക ജീവിതവും ദൈവമുഖ ദർശനത്തിലേക്ക് നയിക്കുന്നതാണോ, അല്ലെങ്കിൽ നിസ്സാര താല്പര്യങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ചിന്തിക്കാം. നമ്മുടെ ഓരോ നിമിഷത്തെയും ജീവിതം ഈ ദൈവത്തെ പ്രഘോഷിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണോ എന്ന് ചിന്തിക്കാം. കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് ഓർക്കാം, പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് യാചിക്കാം. കർത്താവേ, എൻ്റെ കർത്താവേ, അങ്ങേ കാരുണ്യം ചൊരിയണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, അങ്ങേ കാരുണ്യം ചൊരിയണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, അങ്ങേ കാരുണ്യം ചൊരിയണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നിവർ താഴ്മയാ. ദൈവമേ, കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതീവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ, കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ
നേർവലം ഭാഗത്തിരും നേടും ഞങ്ങൾ തൻ രക്ഷകനേ യേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് മാമോദീസ സ്വീകരിച്ച ഓരോ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാമോദീസയിൽ പ്രഖ്യാപിച്ച ആ വിശ്വാസ ജീവിതം, സമർപ്പണ ജീവിതം എന്നും പൂർണ്ണതയിൽ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പൗരോഹിത്യ സന്യാസ സമർപ്പണ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്നവരെയും വിവാഹമെന്ന കുദാശയിലൂടെ ജീവിത പങ്കാളിയിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്നവരെയും പ്രത്യേകമായി നമുക്കിപ്പോൾ സമർപ്പിക്കാം. ആ സമർപ്പണങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പ്രഘോഷിക്കുന്നതാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാംസം ധരിച്ച് അങ്ങേ ജാതനായ ഏകപുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പോലെ ഞങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് സമർപ്പിതരാകാൻ അനുഗ്രഹമരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. മലാക്കി പ്രവാചകന്റെ ഈ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ ഇതാ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സുവർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിൻ്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ആരാണ്
ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവീൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിന്റെ രാജാവ്. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. രണ്ടാം വായന ഫെബ്രുവരിക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാവുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാത്തിൻ്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡക സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറൂസലേമിൽ ശെമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം ബലിയായി ഞാനേകിടാം, സ്വീകരിക്കണമേ ദൈവരാജനേ.
ദൈവമേ. ജീവിതം ബലിയായി ഞാനേകിടാം. സ്വീകരിക്കണമേ ദൈവമേ. ദേഹവും ദേഹിയും കാഴ്ചയായിടാം പൊന്നു ദൈവമേ. സ്വീകരിക്കണമേ. ജീവിതം ബലിയായി ഞാനേകിടാം. സ്വീകരിക്കണമേ ദൈവമേ. പ്രിയ സഹോദരങ്ങളെ, നാം ഒന്നായി അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ ഈ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജാതനായ ഏകപുത്രൻ കളങ്കമറ്റ കുഞ്ഞാടായി ലോകത്തിൻ്റെ ജീവന് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ ബലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയോടുകൂടെ നിത്യനായ അങ്ങേ പുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവിടുന്ന് ഇസ്രായേലിൻ്റെ മഹത്വവും ജനതകളുടെ പ്രകാശവുമായി ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ടു. ആകയാൽ ഞങ്ങളും അങ്ങേ രക്ഷയിലേക്ക് സന്തോഷത്തോടെ വന്നണഞ്ഞ് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിരാമം ഉദ്ഘോഷിച്ചുകൊണ്ട് അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന.
പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ബലിയിലെ ഏറ്റവും പ്രധാനമായ സമയമാണ് ഇപ്പോൾ. മനുഷ്യനിർമ്മിതമായ അപ്പവും വീഞ്ഞും നാം കാഴ്ചവെച്ചത് ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ആശീർവദിച്ച് പവിത്രീകരിച്ച് അവിടുത്തെ പുത്രൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നു. യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം ഒരു നിമിഷം നാം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിക്കൊണ്ട് നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിതരെയും എല്ലാം ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് ഈ കാഴ്ച വസ്തുക്കളെ ആശീർവദിച്ച് പവിത്രീകരിച്ച് അവിടുത്തെ പുത്രൻ്റെ ശരീരവും രക്തവുമായി മാറ്റുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെയും സ്വീകരിച്ച് ഞങ്ങളിലുള്ള അകൃത്യങ്ങളെയും തിന്മകളെയും മോശമായ ജീവിതശീലങ്ങളെയും ദൂരീകരിച്ച് ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പുത്രനെ അനുഭവിക്കുവാനും അവിടുത്തെ പുത്രനെ പ്രഘോഷിക്കുവാനും അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ഈ നിമിഷം രൂപപ്പെടുത്തണമേ. അതിയായ വിശ്വാസത്തോടും ആഴമേറിയ പ്രാർത്ഥനയോടും കൂടെ നമുക്ക് സഭയുടെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനോടും വൈദികഗണത്തോടും സന്യാസ സമൂഹത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. പിതാവേ, ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഉപകാരികളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, യേശുനാഥൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഒരു സമൂഹമായി എല്ലാവരും ഒരുമിച്ച് ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പരസ്പരം അനുരഞ്ജിച്ച് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഒരു സമൂഹമായി ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയെന്ന് ഈ സമർപ്പണ ദിനത്തിൽ നമുക്കെല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാം. എല്ലാവരെയും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
സകല ജനതകൾക്കും വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശമയോൻ്റെ പ്രതീക്ഷ സഫലമാക്കിയ അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നതുവരെ മരണം കാണുകയില്ലെന്ന ഭാഗ്യം ലഭിച്ച ശമയോനെ പോലെ ഞങ്ങളും കർത്താവിനെ എതിരേൽക്കാൻ വന്നണഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിക്കാം. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.